നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിറന്ന മണ്ണിന്റെ സുരക്ഷിത കരങ്ങളിലേക്ക് മടങ്ങിയെത്തുകയാണ് ഒരു കൂട്ടം പ്രവാസികൾ. റിയാദിൽ നിന്ന് 152 യാത്രക്കാരുമായി കോഴിക്കോട് വിമാനം പറന്നുയർന്നു കഴിഞ്ഞു. കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശത്ത് കുടുങ്ങിപ്പോയ പ്രവാസി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വന്ദേ ഭാരത് മിഷന്റെ 2ാം ആഴ്ചയിലെ വിമാന സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്നാണ് ആദ്യ സർവീസുകൾ പുറപ്പെട്ടിരിക്കുന്നത്. 152 യാത്രക്കാരുമായി എയർ ഇന്ത്യ വിമാനം കോഴിക്കോട്ടേക്ക് റിയാദ് കിങ് ഖാലിഫ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 12:52 പറന്നുയർന്നത്. 145 മുതിർന്നവരും 7 കുട്ടികളുമാണ് ഈ വിമാനത്തിൽ ഉള്ളത്. രാത്രി 7:45 കൂടിയാണ് ഇത് കരിപ്പൂരിൽ ഇറങ്ങുക. യാത്രക്കാരിൽ പകുതിയിലധികവും ഗർഭിണികളാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്ത്രീ യാത്രക്കാരിൽ നല്ലൊരു പങ്ക് സൗദിയിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുമാണ്. ബുഹറയിൽ നിന്ന് 17 നഴ്സുമാരുടെ സംഘമാണ് എത്തിയത്. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ വിവിധ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യവകുപ്പിന്റെ വാഹനത്തിൽ റിയാദിൽ എത്തിച്ചേരുകയായിരുന്നു. രാവിലെ 9 മണിക്ക് തന്നെ യാത്രക്കാരുടെ ലഗേജ് ചെക്ക് ഇൻ ബോർഡിംഗിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. എയർ ഇന്ത്യ എയർപോർട്ട് ഡ്യൂട്ടി മാനേജർ സിറാജ് നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. യാത്രക്കാരിൽ സന്ദർശന വിസയിലും സ്ഥിര വിസയിലുമുള്ള കുടുംബത്തിലെ അംഗങ്ങളും ധാരാളമായി ഉൾപ്പെട്ടിട്ടുണ്ട്. രോഗികളും ജോലി നഷ്ടപ്പെട്ട് എക്സിറ്റ് വിസയിൽ ഉള്ളവരുമുണ്ട്. വിദൂര പ്രദേശങ്ങളിലേക്കുള്ളവരും കോഴിക്കോട് വിമാനത്തിൽ കയറിയെന്നതിനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. റിയാദ് കോവിഡ് ബാധിച്ചു മരിച്ച ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ സഫാന്റെ ഭാര്യ ഖമുൻസയും യാത്രക്കാരിൽ ഉണ്ട്. മലപ്പുറം ചെമ്മാട് സ്വദേശിയായ സഫാൻ ഏപ്രിൽ 4-ാം തീയതിയാണ് റിയാദിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത്. റിയാദിൽ ഡ്രൈവറായിരുന്ന സഫാന്റെ അടുത്തേക്ക് മാർച്ച് 8-ാം തീയതിയാണ് ഖമറുന്നീസ വിസിറ്റിംഗ് വിസയിൽ എത്തിയത്. 2 ആഴ്ചയ്ക്ക് ശേഷം സഫാന് അസുഖം പിടികൂടുകയായിരുന്നു. സഫാന്റെ മരണശേഷം ഒറ്റപ്പെട്ട ഖമറുന്നീസയെ റിയാദ് KMCC-യും ചെമ്മനാട് പ്രവാസി കൂട്ടായ്മയുമാണ് സംരക്ഷിച്ചിരുന്നത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത 60,000-ഓളം ആളുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ആഴ്ചകളിലെ വിവിധ വിമാനങ്ങളിൽ പോകുന്നത്. കണ്ണൂരിലേക്കുള്ള വിമാനവും ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:45 റിയാദിൽ നിന്ന് പുറപ്പെടും. അതിലും 150-ഓളം യാത്രക്കാർ ഉണ്ടാകും. ടിക്കറ്റുകളെല്ലാം ഇതിനോടകം തന്നെ വിറ്റുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.